ജി സുധാകരനെതിരെ ഉള്ള ചെറ്റത്തരം പരാമർശത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി ചോദിക്കിയ പരാമർശവും വിവാദമാക്കി പ്രതിപക്ഷം. പരാജയം മനസ്സിലാക്കിയ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്നാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് കുറ്റപ്പെടുത്തിയത്. ജനം തെരുവിൽ മറുപടി പറയും എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. മുഖ്യമന്ത്രി ഒരാൾ ചോദ്യം ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനാണ് പറഞ്ഞത്. വീട്ടിലല്ല, ജനങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറുപടി പറയിപ്പിക്കും. വീട്ടിൽ പോയിട്ടല്ല, തെരുവിലിറങ്ങി ജനങ്ങൾ ചോദ്യം ചോദിക്കും. നിങ്ങളുടെ ദുഷ്ചെയ്തികളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പൊ ഡീൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രകോപിതനായി മുഖ്യമന്ത്രി. ഇന്നലത്തെ കൺവെൻഷനിൽ സ്വാഭാവികമായിട്ടൊരു പാർട്ടി പ്രവർത്തകന്റെ ചോദ്യമാണ് ഒരു ചോദ്യം ചോദിക്കാൻ. ഇപ്പോൾ ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പം ഇഷ്ടംപോലെ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനാണ് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാജയം ശരിയായിട്ടും മനസ്സിലായ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്നതിൽ ഇതിനപ്പുറം വലിയ തെളിവ് വേണോ? ഇത് സമനില തെറ്റിയ പരാമർശമാണ്. സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മുഖ്യമന്ത്രിയെ മോശമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പറയാറുണ്ട് അയാളുടെ മനോനില പരിശോധിക്കണമെന്ന്. ഇത് മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകളാണ്. പാർട്ടി സഖാക്കൾ ആർക്കെങ്കിലും പാർട്ടിയോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ചോദിക്കണം മുഖ്യമന്ത്രിയോട്, അങ്ങയുടെ മനോനില ഒന്ന് പരിശോധിക്കണമെന്ന്. പൊതുയോഗത്തിൽ ചോദ്യം ചോദിച്ചാൽ മറുപടി ഇങ്ങനെ തന്നെയാകും എന്നാണ് വീട്ടിൽ പോയി ചോദിക്കിയ പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ജി സുധാകരനെതിരായ പരാമർശത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. അങ്ങനെ ചോദ്യം ചോദിക്കാനല്ലോ പത്രസമ്മേളനമല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞാൽ. ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പത്രസമ്മേളനം ആയതുകൊണ്ടല്ലേ. നിങ്ങളെല്ലാവരും വന്ന് എൻ്റെ പൊതുയോഗത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ആളും ചോദ്യം ചോദിക്കൂ. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും. അത് സ്വാഭാവികമല്ലേ. CPIM പ്രവർത്തകനായ ദാസ് പി ജോർജ് എന്നയാളാണ് മുഖ്യമന്ത്രിയോട് ചോദ്യം ഉന്നയിക്കാൻ ശ്രമിച്ചത്. ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നുവെന്നും തനിക്കാണ് തെറ്റ് സംഭവിച്ചത് എന്നുമാണ് 24-നോട് ദാസ് പി ജോർജ് പിന്നീട് പ്രതികരിച്ചത്. ആ വേദി തെറ്റാണ്, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അത് പൂർണ്ണമായിട്ട് എൻ്റെ തെറ്റാണ്. ചോദ്യം 20,000 രൂപയുടെ വികസനം ചെയ്ത് കഴിഞ്ഞു, 20,000 കോടിയുടെ വികസനം ചെയ്ത് കഴിഞ്ഞു. കാരണം തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ കിഫ്ബിയുടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നു. കാരണം ഞാൻ പേപ്പർ ഒരു സാമാന്യം വായിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ പേപ്പറിൽ നിന്നുള്ള അറിവ് വെച്ച്, കാരണം ഇത്രയും വികസനങ്ങൾ ചെയ്ത് മുന്നോട്ട് അടുത്ത 5 വർഷം വികസനം ചെയ്യാൻ, കാരണം കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. അങ്ങനെ അപ്പോൾ മുന്നോട്ടുള്ള വികസനം എങ്ങനെ നടക്കും എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.